Riva TV, a unique experience for the whole world. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മാർസ് ലീവ ടി വിയുടെ ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രേക്ഷകരെ, കുറേ നാളത്തെ നീണ്ട ഇളവേളയ്ക്ക് ശേഷം വീണ്ടും നമ്മൾ കണ്ടുമുട്ടുകയാണ്. കർത്താവിൻ്റെ വലിയൊരു അത്ഭുതകരമായ ക്രമീകരണത്തിൻ്റെ ഭാഗമായി നമുക്ക് സ്വന്തമായൊരു ഭവനവും ആ ഭവനത്തിൽ നമ്മുടെ ശുശ്രൂഷകൾ നിർവഹിക്കുന്ന ഒരു തലത്തിലേക്ക് കാര്യങ്ങൾ കർത്താവ് ക്രമീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ക്രമീകരണങ്ങളും അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി കുറേ ദീർഘമായ നാളുകൾ എൻ്റെ തിരക്കിലായി. ഏകദേശം പണികൾ അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നു. എങ്കിലും പൂർണ്ണമായി ഞാൻ അവകാശപ്പെടുന്നില്ല. അങ്ങനെ ആ പുതിയ സ്ഥലത്ത് നമ്മുടെ സ്റ്റുഡിയോ ഫ്ലോറിൽ നിന്നുകൊണ്ട് ഈ സന്ദേശം നൽകുന്നതിൽ ഒത്തിരിയേറെ സന്തോഷമുണ്ട്. അപ്പോൾ എല്ലാവർക്കും നന്ദിയോടുകൂടി ഞാൻ എൻ്റെ സന്ദേശത്തിലേക്ക് കടക്കട്ടെ. ക്രിസ്മസ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് ബെത്ലഹേം എന്ന് പറയുന്ന ആ സ്ഥലനാമമാണ്. ആ സ്ഥലത്തിൻ്റെ പേരിന് ഒരർത്ഥമുണ്ട് എന്ന് നമുക്കൊക്കെയും അറിയാം. അപ്പത്തിൻ്റെ ഭവനം. അപ്പമാകേണ്ടവൻ സ്വർഗത്തിൽ നിന്ന് ഇസ്രായേൽ ജനത്തിന് മന്ന നൽകിയ പിതാവിൻ്റെ പുത്രൻ അപ്പമാകുവാൻ വേണ്ടി മനുഷ്യനായി ഈ ഭൂമിയിലേക്ക് കടന്നു വരുമ്പോൾ അവന് സ്ഥലമൊരുക്കുവാൻ വേണ്ടി ദൈവം നിശ്ചയിച്ചത് അപ്പത്തിൻ്റെ ഭവനം തന്നെയായിരുന്നു. അതുകൊണ്ടാണ് ദീർഘ യാത്രയ്ക്ക് ശേഷം പൂർണ്ണഗർഭിണിയായ അമ്മയും യൗസപിതാവും ദിവ്യശിശുവിന് ഭവനം അന്വേഷിച്ച് നടന്നത്. ചില മരിയൻ സന്ദേശങ്ങളിൽ കാണുന്നത് പോലെ 33 വീടുകളിൽ അവർ മുട്ടിവിളിച്ചു. ആരും അവരെ സ്വീകരിച്ചില്ല. അവരുടെ ജീവിതത്തിൽ അവരനുഭവിച്ച ഈ പ്രപഞ്ചത്തിൻ്റെ അതിനാഥന് ജന്മം നൽകുവാൻ വേണ്ടി ഒരു സ്ഥലം അന്വേഷിച്ച് നടന്ന ആ മാതാപിതാക്കളുടെ ഹൃദയവ്യഥ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഈശോയുടെ പ്രായത്തെ സൂചിപ്പിക്കുന്ന 33 ഭവനങ്ങളിലെ തിരസ്കരണത്തിന് ശേഷമാണ് അവർക്ക് വേണ്ടി ദൈവമൊരുക്കിയ കാലിത്തൊഴുത്ത് അവർ കണ്ടെത്തിയത്. അവിടെ ദിവ്യസുതന് ജാതനാവുകയും ചെയ്തു. ആ പുണ്യദിനത്തിൻ്റെ സ്നേഹപൂർവമായ മംഗളങ്ങൾ എല്ലാ പ്രേക്ഷകരും നേരുന്നത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഈ അവസരത്തിൽ എല്ലാവർക്കും ക്രിസ്മസിൻ്റെ 100 ആശംസകൾ നേരുകയാണ്. നമ്മുടെ മാതൃരാജ്യമായ ഭാരതം ലോകത്തിന്ന് ഏറ്റവും അധികം കുതിച്ചുയരുന്ന ഒരു സാമ്പത്തിക ശക്തിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. $1 ട്രില്യൺ കടന്ന സന്തോഷത്തിൽ നമ്മൾ സന്തോഷിക്കുകയുമാണ്. ഒരു വശത്ത് സമ്പത്ത് കുമിഞ്ഞുകൂടുമ്പോൾ അത് ഭാരതത്തിലെ ഏതാനും എണ്ണപ്പെട്ട ആളുകളുടെ ഇടയിലേക്ക് മാത്രമാണ് ഈ സമ്പത്ത് കുമിഞ്ഞുകൂടുന്നതെന്നും സാധാരണക്കാരൻ കൂടുതൽ സാധാരണക്കാരനാവുകയും പാവപ്പെട്ടവൻ കൂടുതൽ പാവപ്പെട്ടവനാവുകയും ചെയ്യുന്ന ഒരു വിപരീതാത്മകമായ പ്രതിഭാസം സാമ്പത്തിക തത്വശാസ്ത്രത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഒരുപക്ഷെ നമ്മുടെ നാട് വളരുമ്പോൾ മറുവശത്ത് ഈ ദരിദ്രൻ്റെ വിലാപം കേൾക്കപ്പെടാതെ പോകുന്നുണ്ടെങ്കിൽ ക്രിസ്മസ് ഇന്നും അതിൻ്റെ പൂർണ്ണതയിൽ നമ്മൾ ആഘോഷിച്ചെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് പാവപ്പെട്ടവനും ഉള്ളവനുമില്ലാത്തവനും തമ്മിലുള്ള ഉച്ചനീചത്വം, അത് തമ്മിലുള്ള ഭീകരമായ വിടവ്, അത് കുറയ്ക്കേണ്ടത് തീർച്ചയായും രാഷ്ട്ര മീമാംസകരുടെ നേതാക്കന്മാരുടെ ശുശ്രൂഷയാണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ ഈ ക്രിസ്മസ് ദിനം നമുക്കതിനുള്ള ഒരു പ്രചോദനമാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ പാവപ്പെട്ടവൻ കൂടുതൽ മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് ഉയരുന്ന ഒരു സ്ഥിതിവിശേഷം സംജാതമാകുമ്പോൾ സന്തോഷവും സമാധാനവും സമൂഹത്തിൽ സന്തോഷവും കൂടുതൽ കളിയാടുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. അപ്പോൾ ഈ ക്രിസ്മസ് അതിനുവേണ്ടി ഇടയാവട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. Mars Riva TV, a unique experience for the whole world.